ഹലോ അസ്സലാമലൈക്കും, നഹലാസിയ. ഹോപ്പ് യു ഡൂയിങ് വെൽ. ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്നൊരു മക്രൂണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതേപോലെ തന്നെ സ്പൈസിയും നോൺ സ്പൈസി ആയിട്ടുള്ളൊരു വൈറ്റ് സോസ് വെച്ചിട്ടുള്ളൊരു മക്രോണിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മക്രോണി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വെച്ചാൽ മതിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഒരുപാട് ഉടഞ്ഞെടുക്കണ്ട. നിങ്ങളുടെ മക്രോണി എങ്ങനത്തെ ടൈപ്പാണ് അതിനനുസരിച്ചിട്ട് വിസിൽ കൊടുത്താൽ മതി. ആദ്യം 1 വിസിൽ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1 വിസിലും കൂടി കൊടുക്കുക. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മൾ സവാള ഇട്ടോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 1 തക്കാളി എടുത്തിട്ടുണ്ട്. 1 തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടത് മാഗിയുടെ ക്യൂബാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രീം ചീസാണ്. അത് 2 ക്യൂബ്സ് ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ളൊരു മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന മക്രോണി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പാനിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് 1 ടീസ്പൂൺ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മൈദ ഒന്ന് വെന്ത് വന്ന ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ മതി, കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്ത് ക്രീം ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തള വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗി ക്യൂബ് ഇടാം കേട്ടോ. ഞാൻ ഇതിലിട്ടിട്ടില്ല. അത് വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി വൈറ്റ് സോസ് പാസ്തയും റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ 2 ഡിഷും ഇവിടെ റെഡിയാവും. എൻ്റെ കുട്ടികൾക്ക് ഒരാൾക്ക് സ്പൈസി ഇഷ്ടമല്ല, ഒരാൾക്ക് സ്പൈസി ഇഷ്ടമാണ്. അതുകൊണ്ട് തട്ടിക്കൂട്ടിട്ടുള്ളൊരു വൈറ്റ് സോസ് പാസ്തയും ഒരു സ്പൈസി മക്രോണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണീൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.